ഹലോ ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു സ്നാക്ക് ഐറ്റമായ ബ്രെഡ് പോക്കറ്റ് സാൻഡ്വിച്ചാണ്. ഈ ഐറ്റം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ടത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ 2 ബ്രെഡ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് വല്ല അടപ്പോ അല്ലെങ്കിൽ ഗ്ലാസ്സോ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലെടുക്കാം. അപ്പോൾ 2 ബ്രെഡും ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും. റൗണ്ട് ഷേപ്പിലെടുത്ത ശേഷം ബാക്കിയുള്ള അരികു ഭാഗമൊക്കെ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് മുട്ടയിൽ മുക്കിയെടുക്കാം. ബ്രെഡ് ക്രംസ് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് മുട്ടയിൽ മുക്കിയത് ഈ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് മുക്കിയെടുക്കാം. ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ ഒരു ക്യാരറ്റ് ചീകിയെടുക്കാം. ഒരു 1/4 ഭാഗം ക്യാബേജും ഇതുപോലെ തന്നെ എടുക്കാം. ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞു വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും ചേർക്കാം. ഇതിലേക്ക് മുട്ട കുത്തിപ്പൊരിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട കുത്തിപ്പൊരിച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ലേശം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മയോണൈസും ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ പൊരിച്ച് വെച്ച ബ്രെഡ് 2 മുറിച്ചെടുക്കാം. നടുഭാഗം വെച്ച് മുറിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇതാ പോക്കറ്റ് പോലെ കിട്ടും. ഇനി ഈ ബ്രെഡ് പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്സ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കനൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം.